നമസ്തേ. മൂവാറ്റുപുഴ സുഖജീവൻ പ്രകൃതി കേന്ദ്രത്തിൻ്റെ ഷുഗർ റിവേഴ്സ് ഫുഡ് എത്ര നാൾ കഴിക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണത്. ഇത് 4 മാസമാണ് കഴിക്കേണ്ടത്. എന്തുകൊണ്ടാണ് 4 മാസം കഴിക്കേണ്ടത്? അതിന് നമ്മൾ സ്വല്പം ശരീരശാസ്ത്രം മനസ്സിലാക്കണം. ഒന്ന്, നമ്മളുടെ ശരീരം മുഴുവൻ സെല്ലുകൾ കൊണ്ട്, കോശങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു 50 ട്രില്യൺ കോശങ്ങൾ, കോടി കോശങ്ങൾ ശരീരത്തിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ കോശങ്ങളെല്ലാം സെല്ലുകൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വർത്തമാനം പറയുമ്പോഴും ഒരു 1000 എണ്ണം മരിച്ചിട്ടുണ്ടാവും, പുതിയത് 1000 ഉണ്ടായിട്ടുണ്ടാവും. ഇതിങ്ങനെ നമ്മൾ ഉണ്ടായി അന്ന് തൊട്ട് നമ്മൾ മരിക്കുന്ന അന്ന് വരെ ഇങ്ങനെ സെല്ലുകൾ മാറി വന്നുകൊണ്ടിരിക്കും, പഴയത് പോകും, പുതിയത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ സെല്ലുകൾക്ക് ഓരോ ആയുസ്സുണ്ട്. എല്ലാ സെല്ലുകളും ഒരുപോലെയല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സ്കിന്നിലെ, നമ്മളുടെ ഈ ത്വക്കിലുള്ള സെല്ലുകൾ ഒരു 3 ആഴ്ച വരെ ഇരിക്കും. നമ്മൾ കുളിക്കുമ്പോൾ ഇങ്ങനെ ഈ ചെളി പോലെ വരണ്ടല്ലോ, അത് ഈ സ്കിന്നിലെ ഇത് പോണതാണ്. അതുപോലെ സ്റ്റൊമക്കിലെ ആണെങ്കിൽ 10 ദിവസം കഴിയുമ്പോഴേക്കും അത് മാറി വരും. അതുകൊണ്ട് നമുക്ക് ജലദോഷമൊക്കെ വന്നാൽ ഒരു 10 ദിവസം വേണം അത് ശരിയായിട്ട് മാറാമെന്ന് പറയാൻ കാരണം. ഇനി നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെല്ല്, നമ്മളെ ബ്ലഡിൽ ചുമന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും ബേൽസ് ഉണ്ടല്ലോ. ഈ വെളുത്ത രക്താണുക്കളുടെ ആയുസ് 2 ഡേയ്സാണ്, 2 ദിവസം ആകുമ്പോൾ അത് മാറി വരും. ചുമന്ന രക്താണുക്കളുടെ ആയുസ് 120 ദിവസമാണ്, 4 മാസമാണ്. അതുപോലെ നമ്മളുടെ നമ്മുടെ അസ്ഥിയുടെ സെല്ലുകൾ ഒരു 2 വർഷം വരും. അത് പറയണതിൻ്റെ 700 ദിവസം വേണമെന്ന് പറഞ്ഞാൽ മാറി വരാൻ. ഏറ്റവും പതുക്കെ വരുള്ളൂ. പക്ഷേ ഈ അസ്ഥിയൊക്കെ മാറി വരും. ഇനി മാറി വരാത്ത സെല്ലുകളും ഉണ്ട്. അതിലൊന്ന് നമ്മളുടെ ബ്രെയിനിലുള്ള ബ്രെയിൻ ന്യൂറോൺസ് ആണല്ലോ, നാഡീകോശങ്ങളാണല്ലോ. ബ്രെയിനിലും അതുപോലെ സുഷുമ്നയിലും നമ്മളുടെ സംവേദനക്ഷമത ഒക്കെ തരുന്നത് ഈ നാഡികളാണ്. ഈ സെല്ലുകൾ പലതും മാറി വരില്ല. നമ്മൾ ജനിക്കുമ്പോഴുള്ള ആ സെല്ലുകളാണ് ഒരു പരിധി വരെ നമ്മൾ മരിക്കുമ്പോഴും ഉള്ളത്. പൂർണ്ണമായിട്ടും അത് മാറി വരില്ല. ഇതുകൊണ്ടാണ് ന്യൂറോപ്പതി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ എളുപ്പമല്ല എന്ന് പറയാൻ കാരണം. നമ്മുടെ ലൈംഗിക ശേഷി കുറഞ്ഞു പോവുക, കാലിന് മരപ്പ് വരിക, കണ്ണിന് വരുന്ന പ്രശ്നം, അതുപോലെ കിഡ്നിക്ക് വരുന്ന, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ സാധിക്കില്ല, മരുന്നുകൊണ്ട് മാറില്ല എന്ന് പറയാൻ കാരണം ഈ സെല്ലുകളുമായി, രോഗാതുരമായ സെല്ലുകൾ മാറിയിട്ട് രോഗമില്ലാത്ത സെല്ല് വന്നാലാണ് രോഗം മാറുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ആരംഭിക്കുന്നതിന് മുമ്പ്, ന്യൂറോപ്പതി ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആഹാരക്രമത്തിലേക്ക് വന്ന് ഇത് വരാതെ കാക്കണമെന്ന് പറയാൻ കാരണം. പല ആളുകളും ഓടി വരണത് കാലിന് പെരുപ്പൊക്കെ വന്ന്, ചെരുപ്പ് നൂരിപ്പ് അറിയില്ലാതെ വന്ന്, കറുത്ത പാട് വന്ന്, മുറിവ് വന്ന്, ഭേദമാകാത്ത അവസ്ഥ വരുമ്പോഴാണ്. അപ്പോഴല്ല വരേണ്ടത്. അതുപോലെ ഇറക്ഷനൊന്നും ഇല്ലാതെയായി സെക്സ് ഒന്നും സാധിക്കാത്ത അവസ്ഥ ആകുമ്പോൾ ഓടി വരണം. അങ്ങനെയല്ല വരേണ്ടത്. നമുക്ക് പ്രമേഹമുള്ള ആളുകൾക്ക് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഡയബറ്റീസ് വരുമ്പോഴേ തന്നെ ഇതിനുള്ള മുൻകരുതലെടുക്കണം. പക്ഷേ പലരും 90% പേരും ഈ രോഗം വരാൻ കാത്തിരിക്കുക. അതുപോലെ കണ്ണിൻ്റെ വിഷയം, നമ്മളുടെ കണ്ണിലുള്ള റെറ്റിനയിലുള്ള പല സെല്ലുകളും മാറി വരില്ല. അപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്ന് അന്ധനായി തീർന്നാൽ പിന്നെ ലോകത്താർക്കും ഒരു മരുന്ന് കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. ഡോക്ടർമാരോ മരുന്നിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്കാർക്കും സാധിക്കില്ല. ഇത് തന്നെയാണ് നെഫ്രോൺസിൻ്റെ അവസ്ഥയും, നമ്മളുടെ കിഡ്നിയിലകത്തുള്ള കോശങ്ങൾ. അപ്പോൾ ഈ കിഡ്നിക്കകത്തുള്ള സെല്ലുകളും ഇതുപോലെ പൂർണ്ണമായിട്ട് മാറി വരാൻ വിഷമമുള്ളവയാണ്. അതുകൊണ്ട് കിഡ്നി ഡാമേജായി നമ്മളുടെ ക്രിയാറ്റിനൊക്കെ 8, 9 ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും അത് ഒന്നിലേക്ക് കൊണ്ടല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂത്രത്തിൽ പത വരുമ്പോഴോ, മൂത്രത്തിൽ ഊറിൽ പോകുമ്പോഴോ ഒക്കെ പ്രോട്ടീൻ ലീക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ കിഡ്നി മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ പറഞ്ഞു വരണത്, ഈ സെല്ലുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ ചുമന്ന രക്താണുക്കൾ, നമ്മുടെ ശരീരത്തിൽ ഒരു അപ്രോക്സിമേറ്റ് ഒരു 5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. ഈ ബ്ലഡാണ് ഈ ഷുഗറിനെയും അതുപോലെ തന്നെ നമ്മളുടെ ഇൻസുലിനും ഒക്കെ ശരീരത്ത് വഹിക്കാനുള്ള ഒരു മീഡിയമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം അതിന്. അപ്പോൾ ഈ ബ്ലഡ് സെല്ലിൻ്റെ നാശമാണ് നമ്മളുടെ HbA1c കാണുന്നത്. HbA1c തന്നെ നമ്മൾ ചെന്നിട്ട് ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്ന പോലെ അതിനേക്കാളും കുറച്ചുകൂടി ആക്യുറസി ഉള്ള ഒരു ടെസ്റ്റാണ് HbA1c. ഇത് സാധാരണ നോക്കുന്നത് 3 മാസം കൂടുമ്പോഴാണ്, ഒരു വർഷത്തിൽ 4 തവണ.
നമ്മൾ പറയാറില്ല HbA1c 7 HbA1c 8 6.5 പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ HbA1c പറഞ്ഞാൽ ഒരു 3 മാസത്തിനിടയ്ക്ക് നമ്മളുടെ ബ്ലഡിൽ വന്നിട്ടുള്ള ഡാമേജാണ്, അല്ലെങ്കിൽ എത്ര ഷുഗർ നമ്മളുടെ ബ്ലഡിനെ എത്രയധികം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള കണക്കാണ് ഈ HbA1cയിൽ വരേണ്ടത്. 3 മാസം കൂടുമ്പോൾ നമ്മളുടെ ബ്ലഡിൻ്റെ 4ൽ 3 മാറി വരും. 4ൽ 4 മാറി വന്നി എന്ത് വേണം? 4 മാസം വേണം, 120 ദിവസം വേണം. അതാണ് പുരുഷായുസ്. നമ്മൾ ഈ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലെ പുരുഷായുസ് 120 വയസ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഈ ബ്ലഡിലെ സെല്ലുകളുടെ ആയുസ് 120 വർഷം, 120 ദിവസം എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് 120 വർഷം എന്ന് പറയണത്. അപ്പോൾ ഈ ചുമന്ന രക്താണുക്കളുടെ ഈ കാലാവധി 120 ദിവസമായതുകൊണ്ട് നമ്മളുടെ ഇപ്പോൾ ഉള്ള നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ അടുത്ത് ഇന്ന് നമ്മളുടെ നേച്ചർ ഹെൽത്ത് മിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്ത് ഇപ്പോൾ ഉള്ള ബ്ലഡ് ഉണ്ടായിട്ടുള്ളത് ഉയർന്ന ബ്ലഡിൽ ഷുഗറുള്ള അവസ്ഥയിലുണ്ടായിട്ടുള്ള സെല്ലുകളാണ്. അപ്പോൾ അത് ആരോഗ്യപൂർണ്ണമായ സെല്ലുകളല്ല, അനാരോഗ്യകരമായ സെല്ലുകളാണ്. ഇനി നിങ്ങൾ ഇന്ന് തൊട്ട് ആഹാരം കഴിച്ച് നമ്മളുടെ ഈ ആഹാരം കഴിച്ച് ആരോഗ്യമുള്ള സെല്ലുകൾ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ ബ്ലഡിൽ ആഹാരത്തിലൂടെ ഷുഗറിനെ കുറയ്ക്കുന്നു. ഇപ്പോൾ ഇതുവരെ ഇൻസുലിനോ ഗുളികയാണ് കുറച്ചുകൊണ്ടിരുന്നത്. ഇന്ന് തൊട്ട് നിങ്ങൾ ബ്ലഡിലെ ഈ ആഹാരം കഴിച്ച് ആഹാരത്തിലൂടെ നാച്ചുറലായിട്ട് ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുമ്പോൾ നാളെ തൊട്ടുണ്ടാകുന്ന ബ്ലഡ് സെല്ല് ആരോഗ്യമുള്ള സെല്ലായിരിക്കും. ഇത്തരം സെല്ലുകൾ നിറഞ്ഞു വരണമെങ്കിൽ എത്ര മാസം വേണം? 4 മാസം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 120 ദിവസമെങ്കിലും നിങ്ങൾ ഈ ആഹാരം ഫോളോ ചെയ്ത് പോകണമെന്ന് പറയാൻ കാരണം. HbA1c നോക്കാൻ 3 മാസമാകാൻ കാരണം അപ്പോൾ 3 മാസമാകുമ്പോഴേക്കും 3ൽ 4ൽ 3 മാറി വരും. അപ്പോൾ ശരീരം നമ്മളുടെ അതിൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റും. പക്ഷേ 4 മാസം കൃത്യമായിട്ട് ആഹാരം കഴിച്ചാൽ ഡെഫിനറ്റാണ് നിങ്ങളുടെ ശരീരത്തിൽ ഈ മുഴുവൻ 5 ലിറ്റർ ബ്ലഡും മുഴുവൻ ഈ നമ്മളുടെ ആഹാരം കഴിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആരോഗ്യമുള്ള ബ്ലഡായിരിക്കും. അപ്പോൾ അതിന് കൂടുതൽ സംവഹന ശേഷി ഉണ്ടാവും, അതിന് കൂടുതൽ കാര്യക്ഷമത ഉണ്ടാവും. അതുപോലെ തന്നെ പാൻക്രിയാസിലെ പുതിയ ബീറ്റാ സെല്ലുകളുടെ പുനർനിർമ്മാണം നടക്കും. അതുപോലെ ബീറ്റാ സെല്ലുകളുടെ കാര്യക്ഷമതയും വർദ്ധിക്കും. അങ്ങനെ നമുക്ക് മരുന്നില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് ഷുഗർ റിവേഴ്സിലേക്ക്. ഷുഗർ ക്യൂറബിൾ അല്ല, ഷുഗർ മരുന്ന് കൊണ്ട് മാറുന്ന രോഗമല്ല, ഷുഗർ പക്ഷേ റിവേഴ്സിബിളാണ്. അത് ശരിയായ ആഹാരത്തിലൂടെയും ശരിയായ വ്യായാമത്തിലൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് ഒരു 4 മാസം കാത്തിരിക്കണം. കുറച്ച് വ്യായാമങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഷുഗറിനെ ഇല്ലാതെയാക്കാൻ സാധിക്കും. 1 മാസം കഴിച്ചിട്ട് 20 വർഷമായി ഷുഗർ ആരംഭിച്ചിട്ട് 1 മാസം കൊണ്ട് തന്നെ ഷുഗർ മാറണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങളൊരു 4 മാസക്കാലം ഇത് ഫോളോ ചെയ്ത് പോവുക. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്വഭാവികമായിട്ട് മാറും. പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ രോഗമുണ്ടാക്കിയ ആ ഒരു തെറ്റായ ജീവിതചര്യയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഞാൻ ഡെഫിനറ്റാണ്, ഞാൻ ഉറപ്പു തരുന്നു.